ഒരു പരീക്ഷയിൽ രതീഷ് രാജീവിനേക്കാൾ 15% മാർക്ക് കൂടുതൽ നേടി. രതീഷ് നേടിയ മാർക്ക് 460 ആണെങ്കിൽ രാജീവിന് ലഭിച്ച മാർക്ക് എത്ര? ഒരു പരീക്ഷയിൽ രതീഷ് രാജീവിനേക്കാൾ 15% മാർക്ക് കൂടുതൽ നേടി. അപ്പോൾ ആർക്കാണ് മാർക്ക് കൂടുതൽ കിട്ടിയത്? രതീഷിനാണ്. രതീഷിന് ആണ് മാർക്ക് കൂടുതലുള്ളത്. രാജീവിനേക്കാൾ 15% മാർക്ക് കൂടുതൽ. അപ്പോൾ രാജീവിനേക്കാൾ കൂടുതലാണ് രതീഷിന്. അപ്പോൾ രാജീവിനാണ് കുറവ്. രാജീവിനാണ് മാർക്ക് കുറവുള്ളത്. ഇനി നമുക്ക് ആരുടെ കുറവുള്ളത്? രാജീവിനാണ് മാർക്ക് കുറവ്. അത് എത്രയാണ്? അത് നമുക്കറിയില്ല. രാജീവിന് ലഭിച്ച മാർക്ക് അറിയില്ല. അപ്പോൾ രാജീവിന് ലഭിച്ച മാർക്ക് എക്സ് എന്ന് കരുതുക. ഇൻറ്റു രാജീവിന് ലഭിച്ച മാർക്ക് എക്സ്. രാജീവിനേക്കാൾ എത്ര കൂടുതൽ കിട്ടി? രാജീവിനേക്കാൾ 15% കൂടുതൽ. ഈ 15% കൂടുതൽ പറയുമ്പോൾ 100ൻ്റെ കൂടെ നമ്മൾ 15 കൂട്ടുക. 15% കൂടുതൽ പറയുമ്പോൾ 100ൻ്റെ കൂടെ 15 കൂട്ടുക. അപ്പോൾ എത്ര വരും? 115/100. 15% കൂടുതൽ പറയുമ്പോൾ 115/100. 20% കൂടുതലാണെങ്കിൽ 120/100. അപ്പോൾ എക്സ് ഇൻറ്റു 115/100. ഇതാണ് ആരുടെ മാർക്ക്? രതീഷിൻ്റെ മാർക്ക്. രതീഷിൻ്റെ രാജീവിനേക്കാൾ 15% കൂടുതൽ കിട്ടി. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് രതീഷിൻ്റെ മാർക്ക് കിട്ടും. രതീഷിൻ്റെ മാർക്ക് നമുക്ക് തന്നിട്ട് രതീഷ് നേടിയ മാർക്ക് 460. അപ്പോൾ ഇതൊന്ന് എക്സ് കാണണം. എക്സ് കാണണമെങ്കിൽ എക്സ് സമം ഇൻറ്റു 115/100 അങ്ങോട്ട് എടുക്കണം. അപ്പോൾ 460 ഇതെഴുതി ഇൻറ്റു എന്നിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വിൽക്കണം. 100/115. നമുക്ക് ഈ 115നെ 4 കൊണ്ട് ഗുണിച്ചാൽ 560 കിട്ടും. 115നെ 4 കൊണ്ട് ഗുണിച്ചാൽ 4 5 20 ശിഷ്ടം 2 1 4 4 2 6 1 4 4. 115 ഇൻറ്റു 4 ആണ് 460. അപ്പോൾ 115 460 പഠിച്ചു ചുരുക്കിയിട്ട് നമ്മൾ 4 എഴുതി. 4 ഇൻറ്റു 100 400. ഇതാണ് എന്ത്? രാജീവിന് ലഭിച്ച മാർക്ക്. രാജീവിന് ലഭിച്ച മാർക്ക് എത്രയാണ്? 400 മാർക്ക്. മോസ്റ്റ് എന്ന വാക്കിൻ്റെ കോഡ് 134ഉം ഫർ എന്ന വാക്കിൻ്റെ കോഡ് 90ഉം ആയാൽ സക്സസ് എന്ന വാക്കിൻ്റെ കോഡ് എത്ര? നമുക്ക് ഒരു വാക്കും അതിൻ്റെ കോഡും തന്നിട്ടുണ്ട്, അടുത്ത വാക്കും അതിൻ്റെ കോഡും തന്നിട്ടുണ്ട്, മറ്റൊരു വാക്കിൻ്റെ കോഡാണ് കാണേണ്ടത്. നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യാൻ ഒരു എളുപ്പ വഴി നമുക്ക് EJOT ഇത് 5 10 15 20 ഇത് പഠിച്ചു വെച്ചാൽ മതി. അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 5ാമത്തെ അക്ഷരമാണ് E, 10ാമത്തെ അക്ഷരമാണ് J, 15ാമത്തെ അക്ഷരമാണ് O, 20ാമത്തെ അക്ഷരമാണ് T, പിന്നെ 6 അക്ഷരമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ മതി നമ്മൾ. ഇനി നമുക്ക് ആദ്യം മോസ്റ്റ് നോക്കാം. മോസ്റ്റ് ഇതിൽ M, അപ്പോൾ J കഴിഞ്ഞിട്ടാണ്. J കഴിഞ്ഞാൽ KLM. അപ്പോൾ 13ാമത്തെയാണ് M. അപ്പോൾ നമുക്കിതിൽ എമ്മിന് പകരം 13 പ്ലസ് O ഇതിലുണ്ട്. എത്രയാണ്? 15 പ്ലസ് S. അത് ടീൻ്റെ തൊട്ട് മുമ്പാണ് S. അപ്പോൾ 19 പ്ലസ് T ഇതിലുണ്ട് 20. ഇത് കൂട്ടുക. 20ഉം 19ഉം 39ഉം 5 44ഉം 10ഉം 54ഉം 3ഉം 57ഉം 10ഉം 67 എന്നാണ് കിട്ടുന്നത്. മോസ്റ്റിൻ്റെ കോഡ് 134. അതായത് 67ൻ്റെ ഇരട്ടിയാണ്. നമുക്ക് ഇത് കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 134. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കുക. FUR. എഫ് ഇതിൽ ഈ ABCD E കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം. അപ്പോൾ F എന്ന് പറയുന്നത് 6 പ്ലസ് U T കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരമാണ്. അപ്പോൾ 21 പ്ലസ് R എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് RST. അപ്പോൾ അതിൻ്റെ തൊട്ട് 18 വരും. 18ാമത്തെയാണ് R. 18. ഇത് കൂട്ടി നോക്കുക. 18 3 19ഉം 20ഉം 39ഉം 6ഉം 45. ഇവിടെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? ഇരട്ടി എടുത്ത് നോക്കണം. 45 ഇൻറ്റു 2 90. അപ്പോൾ കോഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് മനസ്സിലായി. ഇതുപോലെ നമ്മൾ സക്സസിൻ്റെ കോഡ് ഉണ്ടാക്കുക. സക്സസ് SUCCESS. അപ്പോൾ നമുക്ക് എസ് നമുക്ക് നോക്കുമ്പോൾ എത്രയാണ് വരുന്ന? 19 ആണ്. ഇതിന് തൊട്ടുമ്പത്തെ അക്ഷരമാണ് 19 പ്ലസ് U ഇതിന് തൊട്ടപ്പുറത്തെയാണ് 21 പ്ലസ് CC 2 3 ആണ് നമുക്കറിയാം. 3 പ്ലസ് E 5 ആണ്. 5 പ്ലസ് പിന്നെ വീണ്ടും S എത്രയാണ്? 19 ആണ്. അപ്പോൾ 2 S ഉണ്ട്. 19 പ്ലസ് 19 38 5 43 46 46 49 1 40 50 50 70